ബിരിയാണിയുടെ പണം ബിരിയാണിക്ക് അരിയില്ല ബിരിയാണി ഞാൻ എന്തുട്ട് ബിരിയാണി തിന്നാലല്ലേ അറിയുള്ളൂ. ഹായ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു അവിൽ കൊണ്ടൊരു ബിരിയാണി, അതും അരിയുടെ ഉൽപ്പന്നമാണല്ലോ അവില്, അതാണ് അരിയല്ല അരിയുടെ ഉൽപ്പന്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ അവിലിടും. അവില് എത്രയാ? 250 ഗ്രാം അവില്, ഒരു മുറി നാളികേരം, പിന്നെ കോളിഫ്ലവർ, പുതിനയില, മല്ലിയില, പിന്നെ കുറച്ച് ബിരിയാണിക്ക് ആവശ്യമായ മസാല അത് ചതക്കണം, പിന്നെ കുരുമുളക്, ഇഞ്ചി, വെള്ളുള്ളി, പിന്നെ ബീൻസ്, 2 തക്കാളി, 2 ക്യാരറ്റ്, 2 സബോള. ഇത്രയും സാധനം കൊണ്ടാണ്. പിന്നെ പോരാത്തത് ഈ ചെറുനാരങ്ങ നീര്, എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സബോള എണ്ണയിലിട്ട് വരട്ടുന്നില്ല, അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും ചേർക്കുന്നില്ല. അത് ഓരോരുത്തർക്ക് താല്പര്യം പോലെ അഞ്ചിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യൊക്കെ ഇതിലൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പൊ തുടക്കം എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ബീൻസ് അരിയാം. ബീൻസ് അരിഞ്ഞതിന് ശേഷം ക്യാരറ്റ്, സബോള അരിയാനല്ല, മറ്റേ ചോക്കിംഗ് പ്ലേറ്റ് വേണ്ടേ? രണ്ടും കൂടി അരിഞ്ഞ് കൈ മുറിക്കാൻ ഞാൻ ഇതരിയാം. ഇത് കൈയുണ്ട്. ക്യാരറ്റ് നീളത്തിലല്ലേ? ഇതൊന്നും ഒരു തുള്ളി വെള്ളം തെളിക്കുക വേണ്ട, അതുപോലെ വേവിക്കുക വേണ്ടോ? ഇത് പിന്നെ ബീൻസും ക്യാരറ്റും വന്നാൽ പെട്ടെന്ന് വേവും ചെയ്യും. ഇവിടെ നടത്തേക്ക് മതി. അല്ലെങ്കിൽ ഉള്ളി അരിയാൻ ചോദിച്ചു വേണം. ഇത് നീളത്തിലിട്. ഇതൊക്കെ നീളം തന്നെയാണ്, വീതി കുറച്ചിട്ട് നീളത്തില്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് കാണാം. നമ്മളിത് പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ബിരിയാണിക്ക് വേണ്ടത് അതിന് പച്ചമുളകിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. 3 പച്ചമുളക് നടുകീറിയിട്ടുണ്ട്. ഇനി നമ്മളിത് മഞ്ഞപ്പൊടി, ഉപ്പും ചേർത്തിട്ട് വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഇനി ഉപ്പിട്ടു കേട്ടോ. ഇനി ഇത് വേവട്ടെ. നമ്മൾ പച്ചക്കറികളൊക്കെ ഒരു 3/4 ഭാഗം വെന്ത്. ഇനി ഇതിലേക്ക് ഇത് വെച്ച കുരുമുളകും പിന്നെ ബിരിയാണി മസാലയും ഇട്ടു. പിന്നെ ഇനി ഇത് ഇഞ്ചി, വെളുത്തുള്ളി അതും ചേർത്തു. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ നാളികേരും ഈ മല്ലിയിലും പുതിനയിലും. അപ്പോഴേക്കും നമ്മളിത് ഈ അവിൽ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അവിലാണ് 250 ഗ്രാം അവിലുള്ളത്. തിളയ്ക്കൊന്നും വേണ്ട, വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ട. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പിടുക. ഉപ്പ് ഈ വെജിറ്റബിൾസിൽ ഉപ്പുള്ള അവില്ല കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പുണ്ട് ഇതിൽ ചെറുനാരങ്ങ നീര് വെച്ചിട്ട് ചൂടാവാൻ വേണ്ട. നമ്മള് വെജിറ്റബിൾസ് നാളികേരം ഇട്ട് കഴിഞ്ഞു. മല്ലിയുടെ ഇല അല്ലാതെ ഇട്ട് ഓഫ് ആക്കണ കഴിഞ്ഞു. ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ, മൂടി വെച്ചിട്ട്. അത് പാത്രം ചെറുതായ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നാളെ നമ്മളൊരു തോന്നല് മാത്രമാണ്. ചൂടായി. ഇനി നമുക്ക് അതിൽ അവിലിടാം. തിളക്കണ്ട, ചൂടായാൽ മാത്രം മതി വെള്ളം. എത്ര വട്ടമായ? എത്ര വട്ടം വെള്ളത്തിലിട ഊറ്റിയ വേണം, ചൂടുള്ള വെള്ളത്തിലിട ഊറ്റിയ. വളരെ സിമ്പിൾ പരിപാടിയാണ്. കഴിക്കുമ്പോ എങ്ങനെയാന്നറിയാം. നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുള്ളത് തന്നെയല്ലേ? ഓരോ പ്രാവശ്യം ഇങ്ങനെ അല്ല, അന്ന് വെച്ചപ്പോ ആർക്കും വേണ്ട.
നമുക്ക് രണ്ടാൾക്ക് മാത്രം മതി, ആർക്കും വേണ്ട. ആർക്കും വേണ്ട. ആ, അത് ഇത് തുടങ്ങിയപ്പോ അത് പെട്ടെന്ന് അത് തീർക്കും. കഴിഞ്ഞു. പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ടൈമിലേക്ക് അത് ചെലവായി. എന്നിട്ട് ആൾക്കാരെ പിള്ളേര് അതിന്റെ കുറച്ച് വെച്ചാൽ നമ്മള് ആർക്കും വേണ്ടെന്ന് പറയും. നമുക്ക് എല്ലാവർക്കും മാത്രം വെച്ചോളൂ. അല്ല ഒലർന്നിരിക്കണ ഇത് ചോറ് പോലെ ഇങ്ങനെ ഒലർന്നിരിക്കുന്നു. ഇനി നമുക്ക് സെറ്റിങ്സിന്റെ സമയത്ത് കാണാതെ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം കുറച്ച് വെജിറ്റബിൾസ് വേവിച്ചത് ഇടുക. ഇതിൽ വേണമെങ്കിൽ മഷ്റൂം അതൊക്കെ ഇടാല്ലേ? മഷ്റൂം ഇടാം, പനീർ, പിന്നെ സോയ ഇടില്ലേ, ആ സോയ അങ്ങനത്തെ ഒക്കെ ഇടാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ കുറേശ്ശെ ഇടാം. ഇതിപ്പോ കറക്റ്റ് ഒരു ചോറ് പോലെ ഒലർന്നിരിക്കണ. ചോറന്നെ. ഇതിപ്പോ എത്ര പേർക്ക് കഴിക്കാനുള്ള അളവാ? ഇതിപ്പോ 250 എടുത്തോളത്. 250. ഇത് 1 കിലോനാച്ചെങ്കിൽ 1 കിലോ അവിലെടുത്ത് കഴിഞ്ഞാൽ 250 ക്യാരറ്റ്, 250 ബീൻസ്, അങ്ങനെ വരുമ്പോൾ 10 പേർക്ക് കഴിക്കാം. അങ്ങനെയാണ് കണക്ക്. അവില് കൂടിയാ? അവില് കൂടിയിട്ടൊന്നുമില്ല. കൊള്ളു ഈ പാത്രത്തില്? കൊള്ളും, അല്ലെങ്കിൽ കൊള്ളിക്കും അല്ലേ? കൊള്ളിക്ക്. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിന്റെ ടൈമിൽ കാണാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യല്ലേ അച്ഛാ? ടേസ്റ്റ് ചെയ്യാം. എന്നാ വിളമ്പ്. അപ്പൊ നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി. അത് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇനി കഴിച്ച് അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ട. സ്മെല്ല് വരുമ്പോ എന്നെ കൊതി വരുന്നില്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ശ്രീമതി ബിരിയാണി എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആയും തന്നു. ബിരിയാണിക്കൊപ്പം കഴിക്കാൻ നമ്മൾ കൂട്ടാനായിട്ട് സോയ ചങ്ക്സ് കറി കണ്ടില്ല, നോക്ക്. പിന്നെ കുറച്ച് കച്ചമ്പറ്, പഴയ കാലത്ത് കച്ചമ്പറ് എന്ന് പറയാം ബിരിയാണിക്ക് ഒപ്പം ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മടുക്ക് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് സ്വന്തം കാര്യം സിന്ദാബാദ്. അത്രേ ഉള്ളൂ. ബിരിയാണി തന്നെ ഒലർന്ന് കിടക്കണില്ലേ? അരിയിലാണ് കുഴപ്പം. അരിയുടെ ഉൽപ്പന്നം തന്നെയാണ്. അരിയുടെ ഉപ ഉൽപ്പന്നം. സോയ ചങ്ക്സ് എങ്ങനെയുണ്ട്? നല്ലൊരു ഡിഷാട്ടത്. ഒരു വെറൈറ്റി ഡിഷാണത്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പരീക്ഷിക്കാൻ പറ്റി തന്നെയാണ്. പെട്ടെന്ന് ഉടക്കാം. അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല. കഴിച്ചു ചിലവർക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ഇത് അറിയാം, ഇതിലൊരു തുള്ളി എണ്ണ പോലും ഇല്ല. സോയ ഉണ്ടാക്കുമ്പോൾ സവോള വാട്ടാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഈ ബിരിയാണി വയ്ക്കുമ്പോൾ തുള്ളി എണ്ണ ഇത് ബിരിയാണിക്ക് നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. അതിന്റെ കറിക്ക് മാത്രമാണ് നമ്മളിതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. അത് ചേർക്കണമൊക്കെ ചേർക്കാം. അതുപോലെ സവോള എണ്ണയിൽ വറ്റാം, അതൊന്നും വയറ്റ് ചെയ്യാം. അതൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു പ്രത്യേക നമുക്കൊരു ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. മറ്റേത് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ വീർപ്പുമുട്ടല. ഇത് ഹെൽത്തി ടേസ്റ്റ്. അങ്ങനെ വയറ് നിറഞ്ഞായി തോന്നി അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഇതിൽ തവിടുള്ള അവിലായിരുന്നു വെളുത്തിരിക്കും. പിന്നെ കണ്ട ഒലർന്നിരിക്കുന്ന നോക്കിയേ, ഒട്ട് അങ്ങനൊന്നുമില്ല. കണ്ട ഒലർന്ന് കണ്ട കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. നിർബന്ധമായിട്ടും നോക്കണം. എന്നാൽ മാത്രമേ അതിന്റെ രുചി അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കാം. എന്നാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കും. എന്നിട്ട് വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ഉണ്ടാക്കി നോക്കുന്നു എനിക്കറിയാം. ടീച്ചറെ വീട്ടിലേക്ക് ഇന്നലെ ഇന്നുണ്ടാക്കിയ അവിൽ ബിരിയാണി കൊടുക്കാൻ വന്നിരിക്കുക. ടീച്ചറെ വീടിൻ്റെ ഉൾഭാഗത്ത് സിറ്റിംഗ് റൂമാണ്. ടീച്ചർ പ്ലേറ്റും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി അയക്കി ഇട്ട് കൊടുക്കാം. അവാർഡ് കിട്ടിയതിൻ്റെ ഒക്കെ കണ്ടില്ലേ? സംസ്ഥാന അവാർഡ് കിട്ടിയതിൻ്റെ ഒക്കെ ടീച്ചറെ അവാർഡുകളാണ് അയച്ചിട്ടുണ്ട്. ടീച്ചറെ വിമാനം തന്നെ കണ്ടില്ലേ? ഹായ്, ഇതിപ്പോൾ അങ്ങനെയാണത്. ഇപ്പം തന്നെ തിന്നാൻ തോന്നും. ഏതായാലും ഞാൻ ഇട്ടിട്ട് കഴിച്ചു നോക്കട്ടെ. മണത്തിനേക്കാളും ഗുണവും കൂടി കൂടിയതല്ലേ.
ഇനി വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇല്ലില്ല. തന്നെ മതി. തന്നെ മരുന്ന് കഴിക്കുക. ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കിയേ. ക്യാരറ്റ്, കോളിഫ്ലവർ അല്ലേ, കോളിഫ്ലവർ, ബീൻസ്, സവോള, തക്കാളി, എല്ലാം ഒരു സമീകൃത ആഹാര. ഇലക്കറി ഉള്ളത് എന്തെല്ലാം അപ്പൊ ഒരു സമീകൃത ആഹാരമായി. പിന്നെ വേറൊന്നും ആവശ്യമില്ല. അത് നമ്മള് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇതില് തവിട് ഈ അവലാവുമ്പോ തവിട് പോണില്ല, തവിട് കൂടെയുള്ള അതാ ഏറ്റവും ഹെൽത്ത്. ഇന്നിപ്പോ ഈ നമുക്ക് വിറ്റാമിൻസിന്റെ ഒക്കെ കുറവ്, പിന്നെ ഈ omega-3 ആസിഡ് ഇതിലുണ്ടെന്നാ പറയുന്നത് തവിടില്. അപ്പൊ അതുകൊണ്ട് തവിട് കഴിക്കണം. ഇന്നിപ്പോ ക്യാൻസറിനൊക്കെ ഒരു പ്രധാന കാരണം ഇതാണെന്ന് പറയണേ. അപ്പൊ അതൊക്കെ ഉള്ള ഇത് ഭയങ്കര കുറേ ഉണ്ടല്ലോ. ടീച്ചർക്ക് രാത്രി ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണമായിരുന്നു. ഇനി എന്തിനാ വേറെ ഒരു ഭക്ഷണം? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഇന്നലെ ആ ഫ്ലേവർ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുന്ന പോലെയാ. ഏലക്കായ, കരിയാമ്പൂവ്, കറുവപ്പട്ടൊക്കെ ചതച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം അറിയാം എന്തായാലും കുറച്ച് അവിടെ മൂന്ന് നാളികേരം അതില് തിരിയിട്ടുണ്ട്. അവിടെ ഇതിപ്പോ ഇങ്ങനെയാവുമ്പോ ആർക്കും കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ. ഇത് മതി, ഇത് തന്നെ ധാരാളാ. പിന്നെ നമ്മള് ഇത് കഴിക്കുമ്പോ വെള്ളം കുടിക്കാണ്ടിരിക്കുക. അതിന്റെ ഒരു കാര്യമായിട്ട് അവിലിന്റെ ബിരിയാണി വെള്ളം കൂടി തോന്നില്ല. പക്ഷെ നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുമ്പോ നമുക്ക് തൊണ്ടേന്ന് ഇറങ്ങാൻ അതായത് വേവണുണ്ടാവും. ബീന്നല്ലേ ഇരിക്കണല്ലോ, വെറുതെ തൊണ്ടേന്ന് ഇറങ്ങില്ല. ബിരിയാണി ഞാൻ അതുകൊണ്ട് കഴിക്കാറേ ഇല്ല. ഇത് സോഫ്റ്റ് അല്ലേ? ഇത് നല്ല സോഫ്റ്റ്. ഇതിപ്പോ നല്ല ഓലർന്നിരിക്കുന്നുണ്ട് അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ കട്ട മുത്തി അവില് കട്ട മുത്തിയ പോയൊന്നുമില്ല. ഇനിയിപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ കൊണ്ടുപോകുമ്പോ ബിരിയാണിയാണ്. നമുക്ക് ക്യാരറ്റ് ഒക്കെ പോകുന്നൂടി കൂടുതൽ ബീൻസ് ഒക്കെ ഇടാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.